UK ഇമിഗ്രേഷൻ നിയമങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഡിബേറ്റ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. പക്ഷെ ഒന്നും നിലവിൽ വന്നിട്ടില്ല. ഒരു പക്ഷേ നിലവിൽ വരാം. എന്നത്തേക്ക് വരുമെന്നും എനിക്കറിയില്ല. വരാൻ പോകുന്ന പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ആദ്യത്തേത് സ്കിൽഡ് വർക്കർ വിസയുടെ കാര്യത്തിലാണ്. നിലവിലെ സാഹചര്യത്തിൽ ഒരു സാലറി ത്രെഷോൾഡ് മീറ്റ് ചെയ്യുന്ന ആർക്കും സ്കിൽഡ് വർക്കർ വിസ കിട്ടും. പക്ഷേ ഇനി മുതൽ അത് സാധിക്കത്തില്ല. ഒരു കോളേജ് ഗ്രാജുവേറ്റ്, ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ സ്കിൽഡ് വർക്കർ വിസ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യത്തുള്ളൂ. രണ്ടാമത് സോഷ്യോ കെയർ വർക്ക് വിസയുടെ കാര്യത്തിലാണ്. സോ നമ്മുടെ കെയർ വിസ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്നും കേരളത്തിൻ്റെയും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഒരുപാട് ആൾക്കാരാണ് കെയർ വർക്ക് വിസയിൽ UK എത്തിയിട്ടുള്ളത്. ഈ എത്തിയ പലരും ജോലി ഇല്ലാതാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ 2028 വരെ ഇനി പുതിയ കെയർ വർക്ക് വിസ ഇഷ്യൂ ചെയ്യേണ്ടെന്നാണ് ഗവൺമെൻറ് തീരുമാനം. അതിന് പകരം ഓൾറെഡി ഇവിടെ എത്തിയ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുക, അത് കൂടാതെ തന്നെ വിസ സ്വിച്ചിങ് പ്രൊമോട്ട് ചെയ്യുക. ഇതാണ് ഗവൺമെൻറ് അതിനുള്ളൊരു പോളിസി. മൂന്നാമത് സ്റ്റുഡൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കറൻ്റ്ലി പഠിക്കുന്ന സ്റ്റുഡൻസിനെ ഇത് ബാധിക്കില്ല. പക്ഷേ ഈ പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന ഇന്ത്യയിലുള്ള സ്റ്റുഡൻസിനെ ഇത് ബാധിക്കും. 2 വർഷമെന്നുള്ള PSW 18 മാസമാക്കി വെട്ടിക്കുറയ്ക്കും. അതായത് 1.5 വർഷത്തേക്ക് മാത്രമേ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ, അതായത് സ്റ്റേ ബാക്ക് കാണത്തുള്ളൂ. നാലാമത്തെ മാറ്റം ILRലാണ്, അതായത് പെർമനൻറ്റ് റെസിഡൻസി. നോർമലി 5 വർഷം ഇവിടെ തുടർച്ചയായി താമസിച്ചു പോകുന്ന ഒരാൾ 5 വർഷം കഴിയുന്നതിന് ശേഷം ILR ത്രൂ നമുക്ക് പെർമനൻറ്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഈ 5 വർഷം എന്നുള്ളത് 10 വർഷമാക്കാനാണ് UK ഗവൺമെൻറ് തീരുമാനം. കറൻ്റ്ലി സ്റ്റേ ചെയ്യുന്നവരെ അത് ബാധിക്കില്ല. ഇനിയും വരാൻ പോകുന്നവരെ മാത്രമേ അത് ബാധിക്കത്തുള്ളൂ നിലവിൽ വന്നതിന് ശേഷം. അഞ്ചാമത്തെ മാറ്റം ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പ്രാവീണ്യം തെളിയിക്കുക എന്നുള്ളതാണ്. കറൻ്റ്ലി ഇവിടെ വരുന്ന മെയിൻ ഡിപ്പെൻഡൻ്റ് അല്ലാതെ വരുന്ന മെയിൻ ആൾക്കാർക്ക് മാത്രമായിരുന്നു ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ പ്രൊവിഷൻസ് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം. എന്നാൽ ഇനിയും മുതൽ ഈ പുതിയ പോളിസി പ്രകാരം ഡിപ്പെൻഡൻസ് ആയിട്ട് വരുന്നവരും, ഭാര്യമാരാണെങ്കിലും പേരൻസ് ആണെങ്കിലും, അവരും ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള പ്രൊവിഷൻസ് തെളിയിക്കണം. എങ്കിൽ മാത്രമേ വിസ ഇഷ്യൂ ചെയ്യത്തുള്ളൂ. സോ ഈ പറഞ്ഞ 5 മാറ്റങ്ങളാണ് ഈ കറൻ്റ്ലി ഉള്ള ഡിബേറ്റ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുതിയ പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഇമിഗ്രേഷൻ സിസ്റ്റത്തിൽ വരാൻ പോകുന്നത്. സോ UK ഗവൺമെൻറ് കാര്യമാണ്, നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. എന്താകുമെന്ന് കണ്ടറിയാം.